നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി വാടാനം കുറിശി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി. പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. അതേസമയം പാലത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ കൂടി നടന്നു വരികയാണ്. അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പട്ടാമ്പി പാലക്കാട് പാതയിലെ വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായിരിക്കുന്നത്. കിഫ്ബി പദ്ധതി പ്രകാരം 32.49 കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. മേൽപ്പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം തുടങ്ങി. താൽക്കാലികമായാണ് പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ റെയിൽവേ മേൽപ്പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ിൽ പാല നിർമ്മാണത്തിന് കിഫ്ബിയുടെ അനുമതി ലഭിച്ചതാണ്. 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 680 മീറ്റർ നീളത്തിലായിരുന്നു പാലം നിർമ്മിച്ചിട്ടുള്ളത്. 2 ലൈൻ റോഡും ഒരു വശം നടപ്പാതയുമാണ്. 10.15 മീറ്റർ വീതി പാലത്തിനുണ്ട്. ഇരുഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. പാലക്കാട് ഗുരുവായൂർ പാതയിലെ സുഗമമായ യാത്രയ്ക്ക് വർഷങ്ങളായി തടസ്സം സൃഷ്ടിച്ചാണ് വാടാനംകുറിശിയിലെ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നത്. മലപ്പുറം, തൃശൂർ ജില്ലകളിലേക്കടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതും ഈ പാതയിലൂടെയാണ്. തിരക്കേറിയ സംസ്ഥാന പാതയായിട്ടും വാടാനംകുറിശിയിൽ ഗേറ്റ് അടവുള്ളപ്പോൾ ഏറെ നേരം ഇവിടെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. ദിവസവും ഷൊർണൂർ, നിലമ്പൂർ ഭാഗങ്ങളിലേക്കായി നിരവധി ട്രെയിനുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഈ വേളകളിലെല്ലാം റെയിൽവേ ഗേറ്റ് അടച്ചിടും. ഇത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇവിടെ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം ഉയർന്നത്. പാലത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇതിനിടെയാണ് താൽക്കാലികമായി കഴിഞ്ഞ ദിവസം മുതൽ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ആരംഭിച്ചിരിക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തോടെ വലിയ ആശ്വാസത്തിലാണ് ഇതിലൂടെയുള്ള യാത്രക്കാർ. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാർമേക്കാവിലും കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിന് വിളംബരമായി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം തട്ടകമുണർത്തി. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു. ശേഷം പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമിപൂജ നടത്തി. പിന്നീട് പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ, ആല്, മാവ് ഇലകളാൽ അണിയിച്ചൊരുക്കിയ കമുങ്ങിൻ കൊടിമരത്തിൽ കെട്ടി തട്ടകക്കാരും ക്ഷേത്ര ഭാരവാഹികളും പൂരപ്രേമികളും ചേർന്ന് ആർപ്പുവിളികളോടെ അത്യാഘോഷപൂർവ്വമാണ് കൊടിയേറ്റം നടത്തിയത്. ഇതോടെ ക്ഷേത്രത്തിൽ ആചാരവെടിയും മുഴങ്ങി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂരം വരവറിയിച്ച് നായ്ക്കനാലിലും നടുവിലാലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കും വലിയ പാണിക്കും ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷിയാക്കിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നത്. ആൽ, മാവ് ഇലകളും ദർഭപുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച കൗങ്ങിൻ കൊടിമരത്തിൽ പൂജിച്ച സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടിമരം ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തി. ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിലേക്ക് ആറാട്ട് എഴുന്നള്ളത്ത് നടന്നു. കൊമ്പൻ പാർമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഡിവിഷൻ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി 5ാം വേല ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷവരവും ഉണ്ടായിരുന്നു.
മുളയങ്കാവ് ബോധിക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് 5ാം വേല ആഘോഷം നടന്നത്. രാവിലെ ദേശങ്ങളിൽ വേല കൊട്ടിയറിക്കൽ നടന്നു. വൈകിട്ട് അതാത് വേലക്കണ്ടങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികളും നടന്നു. പുറമത്ര ദേശത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ വേല കൊട്ടിയറിയിക്കൽ, വൈകിട്ട് ശുഗപുരം രഞ്ജിത്ത് സംഘവും അവതരിപ്പിച്ച തായമ്പക, പഞ്ചാരിമേളം, കാവടിയാട്ടം, വെളിച്ചപ്പാണ്ടി നൃത്തം, അരിയേറെ, വെടിക്കെട്ട് എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികളും ഉണ്ടായി. തോൽപ്പാവക്കൂത്തിനും തുടക്കമായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തി. ഞായറാഴ്ച വൈകിട്ട് കോട്ടോൾ ചെറുവത്തൂർ ജോയ പുട്ടിയുടെ ഭവനത്തിൽ നടന്ന വാർഷികാഘോഷം ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി CU ശലമോൻ, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു ഡോമി എന്നിവർ സംസാരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സംഗീതം, ആരാധനാഗീതം, കഥാപ്രസംഗം, ബൈബിൾ ക്വിസ് എന്നിവയുണ്ടായി. പരിപാടികളിൽ പങ്കെടുത്തവർക്കും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കും സമ്മാന വിതരണം നടത്തി. 2026-27 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ജോസ് വെറുദോ, സെക്രട്ടറി മണി ജോയ്, ജോയിന്റ് സെക്രട്ടറി ജെസി വിൽസൺ, ട്രഷറർ സണ്ണി ചെറിയാൻ തുടങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൊയ്ത്തുകഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ പൂവസന്തം തീർത്ത് കിങ്ങിണിച്ചെപ്പ് എന്നറിയപ്പെടുന്ന സൺഹെബ് പച്ചില വളർത്തിനായാണ് ഇത് പാടങ്ങളിൽ വിതയ്ക്കുന്നത്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പെരുമുടിയൂർ പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. കൊയ്ത്തുകഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പയർ ഇനത്തിൽപ്പെടുന്ന സൺഹം എന്ന ഈ ചെടി. പച്ചവളത്തിനായാണ് സൺഹം പാടങ്ങളിൽ വിതയ്ക്കുന്നത്. പണ്ട് മിക്ക പാടങ്ങളിലും ഇത്തരം കാഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിലും സൺഹമ്പ് ഇന്ന് അപൂർവമായി മാറുകയാണ്. കിങ്ങിണിച്ചെപ്പ്, ചണവിത്ത് എന്നീ പേരുകളും ഈ ചെടിക്കുണ്ട്. മുതുതല പെരുമുടിയൂർ പാടശേഖരത്തിലെ ഏക്കർ സ്ഥലത്താണ് സൺഹമ്പ് പൂത്തിരിഞ്ഞു നിൽക്കുന്നത്. ഇതിലൂടെയുള്ള യാത്രക്കാർക്ക് ഇത് മനോഹരമായ കാഴ്ച കൂടിയാണ് പകർന്നു നൽകുന്നത്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങൾ വിവിധതരം പയർവർഗ്ഗങ്ങൾ ഇടവിളി കൃഷിയായി ചെയ്യാറുണ്ട്. വളത്തിനായി ഡേഞ്ച ഉൾപ്പെടെയുള്ളവയും പാടങ്ങളിൽ വിതയ്ക്കാറുണ്ട്. വളത്തിന് മാത്രമായാണ്
സൺഹം ഉപയോഗിക്കുക. 1.5 മുതൽ 3 മീറ്റർ വരെയാണ് ഇത് വളരുക. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിന്റെ ആകർഷകം. നീളം കൂടിയ ഇളം പച്ച നിറത്തിലുള്ള ഇലകളും കായകളും ഇതിനുണ്ട്. കായ ഉണങ്ങിയാൽ അകത്തെ വിത്തുകൾ കുലുങ്ങുന്ന ശബ്ദവും ഉണ്ടാകും. നാട്ടിൻപുറങ്ങളിൽ കിങ്ങിണിച്ചപ്പെന്നും കിലുക്കാംപെട്ടിയെന്നും ഇതിനെ വിളിപ്പേരുണ്ട്. ഇതിന്റെ വിത്തിന് കിലോവിന് 150 രൂപ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിഭവൻ മുഖാന്തരം ഇത്തരത്തിലുള്ള വിത്തുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല. പല കർഷകരും സ്വന്തം നിലയ്ക്കാണ് ഇത് പാടങ്ങളിൽ വിതയ്ക്കുന്നത്. മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കാനായാണ് ഇത് നട്ടു വളർത്തുന്നത്. നൈട്രജൻ മണ്ണിൽ കൂട്ടാനും ഇത് സഹായിക്കുന്നു. ഇതിലൂടെ മണ്ണിന്റെ ആരോഗ്യവും വിളവെടുപ്പും മെച്ചപ്പെടുത്തുവാനും ഈ സസ്യം ഉപകാരപ്രദമാകുന്നു. യൂറിയ വളത്തിന്റെ ഗുണഫലം ഈ പച്ചില വളം കൊണ്ട് ലഭ്യമാവുമെന്നാണ് കൃഷി ഓഫീസർമാർ പറയുന്നത്. പ്രകൃതിയെ കണ്ടും സംസ്കാരത്തെ തിരിച്ചറിഞ്ഞും ഒരു പുഴയാത്ര. ഭാരത് യൂത്ത് ക്ലബ് നടത്തിയ പൈതൃകയാനം പുഴ നടത്തം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ഡോക്ടർ രാജൻ ചുങ്കത്ത് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകിക്കൊണ്ട് നടത്തം ഉദ്ഘാടനം ചെയ്തു. 2 കിലോമീറ്ററോളം പുഴയിലൂടെ നടന്നായിരുന്നു യാത്ര. യാത്രയിൽ തോണിക്കാരൻ ബാവ തന്റെ പഴയകാല തോണിത്തുഴയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സ്മിത ടീച്ചർ ഭാരതപ്പുഴയിലെ പക്ഷികളെക്കുറിച്ചും പരിസ്ഥിതി പ്രവർത്തകനായ രാജഗോപാൽ പള്ളിപ്പുറം പുഴയുടെ കിടപ്പും മാലിന്യവും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. പ്രദീപ് മാസ്റ്റർ ഭാരതപ്പുഴയുടെ തീരത്തെ സാഹിത്യകാരന്മാരെക്കുറിച്ചും പ്രത്യേകിച്ച് MT വാസുദേവൻ നായരെക്കുറിച്ചും സംസാരിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങക്കാലിൽ, ബ്രഹ്മചാരി TK വിനയഗോപാൽ, വിഷ്ണു ഹരിദാസ് K, അനിരുദ്ധ് MR, അഭിമന്യു എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഭാരത് യൂത്ത് ക്ലബ് നോട്ട് പുസ്തകങ്ങളും പേനയും ഉപഹാരമായി നൽകി. പുരാതന കാലം തൊട്ടുണ്ട്, ഒരു എത്ര വർഷം നമുക്ക് പറയാൻ കഴിയില്ല, അത്ര കാലമായിട്ട്. അപ്പോൾ വാപ്പ മരിച്ചിട്ട് തന്നെ 30 വർഷത്തിന് മുകളിലായി. വാപ്പയുടെ ഒരു ഫോട്ടോ, വാപ്പ സ്കൂളിൽ പഠിക്കാത്ത ആളാണ്, ഫോട്ടോ എടുത്തിട്ടില്ല. വാപ്പ ജീവിതത്തിൽ വാപ്പ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ മരിച്ചതിൻ്റെ ശേഷം നമുക്കൊരു ഫോട്ടോ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ സാറ് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ബാവ കാരെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വാപ്പ അല്ല എന്നുള്ളതൊക്കെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ആ ഫോട്ടോ പുറത്ത് വരുന്നത്. ഈ സാറാണ് ആദ്യമായിട്ട് എൻ്റെ വാപ്പാൻ്റെ ഫോട്ടോ പുറത്തു വിട്ടത്. ചാലിശ്ശേരി ഗൾസ്മൻ പ്രയർ ഫെലോഷിപ്പ് ഹാളിൽ വിശ്വവാണി മിഷണറി മീറ്റ് 2026 നടത്തി. ഞായറാഴ്ച വൈകിട്ട് വിശ്വവാണി മ്യൂസിക് ടീം നടത്തിയ സംഗീത ശുശ്രൂഷകൾക്ക് ശേഷം വിശ്വവാണി സ്റ്റേറ്റ് കോർഡിനേറ്റർ ബിജു വർഗീസ് വചന സന്ദേശം നൽകി. വിനോദ് പാൽ, റാംപാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കോർഡിനേറ്റർ റെജി പാപ്പച്ചൻ, ജില്ലാ ടീം ലീഡർ ഗോഡ്സൺ കളത്തിൽ, സെക്രട്ടറി PC ജേക്കബ് തൃശൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡെന്നി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. കൺവീനർമാരായ VG വർഗീസ്, CV ഷാബു, മാത്യൂസ് ജോബ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിലയറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.